അങ്ങനെ നമുക്കറിയാം വരുണിന്റെ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരൻ ശ്രീകാന്താണെന്ന്. എന്നാൽ ആ കുറ്റം വിക്രത്തിന്റെ മേൽ ചാർത്തി അയാളെ കുടുക്കാനാണ് ശ്രീകാന്തിന്റെ നീക്കം. വൈകാതെ തന്നെ വിക്രം നിയമത്തിന്റെ വലയിലാകുമെന്ന് വേദ തിരിച്ചറിയുന്നു. അങ്ങനെ ഈ അവസരം മുതലെടുത്ത് വർഷ വേദയെ സമീപിക്കുന്നു. ആ കൊലപാതകിയുമായുള്ള ബന്ധം നീ അവസാനിപ്പിക്കണം വേദ. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ നീ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുക്കണം എന്നിങ്ങനെ വർഷ വേദയെ നിർബന്ധിക്കുകയാണ്. എന്നാൽ തന്റെ സഹോദരന്റെ കുടിലബുദ്ധിയാണ് ഇതിന് പിന്നിലെന്ന് വേദയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു. വിക്രമുമായുള്ള ബന്ധം ഏർപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്റെ മൃതദേഹത്തിന് മുകളിലൂടെ മാത്രമേ നടക്കൂ എന്ന് വേദ തറപ്പിച്ചു പറയുന്നു. ആത്മവിശ്വാസത്തോടെ അവരെ നേരിട്ട ശേഷം അവൾ അവിടെ നിന്ന് മാറുന്നു. തുടർന്ന് അപകടം മണത്ത വേദ അർദ്ധരാത്രിയിൽ വിക്രത്തെ തേടിയിറങ്ങുകയാണ്. വിക്രത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കുന്ന വേദ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നതുവരെ തന്റെ സംരക്ഷണയിൽ സുരക്ഷിതനായി കഴിയണമെന്ന് വിക്രത്തിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ വിക്രത്തിന്റെ മനസ്സ് നിറയെ അമർഷമായിരുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ നീ എന്തിനാണ് ഇപ്പോൾ തിരികെ വന്നത്? വിവാഹമോചന നോട്ടീസ് വരെ അയച്ച് നിന്റെ കൂടെ വരാൻ എനിക്കിനി സൗകര്യമില്ല. വിക്രം അങ്ങനെ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ വേദ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് വാശി കാണിക്കാനുള്ള സമയമല്ല വിക്രം. നിങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്നത് ഒരു കൊലപാതക കുറ്റമാണ്. പോലീസ് ഏത് നിമിഷവും ഇവിടെ എത്താം. ഇപ്പോൾ പിടിയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാമ്യം പോലും കിട്ടില്ല. നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്കറിയാം. ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ, വേദ അപേക്ഷിച്ചു. എന്നാൽ ഇത് കേട്ട ഉടനെ വിക്രം പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ വേദ, പിന്നെന്തിനാണ് ഞാൻ ഒളിച്ചോടുന്നത്? നിന്റെ സഹോദരനാണ് ഈ ചതിക്ക് പിന്നിലെന്ന് എനിക്ക് ഉറപ്പാണ്, വിക്രം രോഷത്തോടെ പറഞ്ഞു. സത്യം തെളിയിക്കുമെന്ന് വേദ ഉറപ്പ് കൊടുക്കുന്നുണ്ട് വിക്രത്തിന്. പക്ഷേ അതൊക്കെ തെളിയിക്കാൻ എനിക്ക് സാവകാശം വേണം. ഇപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വരിക തന്നെ വേണം എന്ന് പറഞ്ഞ് വേദ നിർബന്ധപൂർവ്വം വിക്രത്തെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തന്റെ ശത്രുക്കൾ വാഴുന്ന ആ വീട്ടിലേക്ക് കയറുമ്പോൾ വിക്രത്തിന് ആശങ്കയുണ്ടായിരുന്നു. നിന്റെ ഏട്ടൻ എന്നെ കാട്ടിക്കൊടുക്കാനാണോ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന വിക്രത്തിന്റെ സംശയത്തോടുള്ള ചോദ്യം കേട്ടപ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ വീട്ടിലെ CCTV ക്യാമറകൾ വരെ താൻ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് വേദ അവനെ വിശ്വസിപ്പിച്ചു. തന്റെ മുറിയിൽ വിക്രത്തെ ഒളിപ്പിച്ച വേദയോട് എനിക്ക് ഇവിടെ കഴിയാൻ പറ്റില്ല, എനിക്ക് ഉടനെ പോകണമെന്ന് അവൻ വീണ്ടും വാശി പിടിച്ചു. എന്നാൽ ജയിലഴികൾക്കുള്ളിൽ കിടക്കുന്നതിനേക്കാൾ സുരക്ഷിതം ഈ മുറിയാണെന്നും തൽക്കാലം ഞാൻ പറയുന്നത് അനുസരിക്കൂ എന്ന് പറഞ്ഞ് വേദ അവന് പുതിയ വസ്ത്രങ്ങളെല്ലാം നൽകി. ക്ഷീണിതനായിരുന്ന വിക്രം ഒടുവിൽ വേദയുടെ വാക്കുകൾക്ക് വഴങ്ങുകയാണ്. ഇപ്പോൾ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് വേദയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. പരിഭ്രമിച്ചു പോയ വേദ നിമിഷ നേരം കൊണ്ട് വിക്രത്തിനെ കട്ടിലടിയിൽ ഒളിപ്പിച്ചു. പുതപ്പിനടിയിൽ കിടക്കുന്നത് തന്റെ മകളാണെന്ന് കരുതി അച്ഛനാകട്ടെ സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടി. എന്റെ മോൾ ഇത്ര വേഗം ഉറങ്ങിയോ? ഏതോ ശബ്ദം കേട്ടെന്ന് കരുതി ഞാൻ വന്നതാ, നീ സമാധാനമായി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം മുറിക്ക് പുറത്തേക്ക് പോയി. അച്ഛൻ പോയെന്ന് ഉറപ്പായതോടെ വിക്രമും വേദയും ശ്വാസമടക്കി പുറത്തു വന്നു. തുടർന്ന് വിക്രം വേദയോട് പറയുന്നുണ്ട്, ഇത് അപകടമാണ് വേദ, നമുക്ക് എത്ര നാൾ ഇങ്ങനെ ഒളിച്ചു താമസിക്കാൻ കഴിയും? ആരെങ്കിലും കണ്ടുപിടിച്ചാൽ നീയും കൊടുക്കും. എന്നാൽ വേദയുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. വരുണിന്റെ മരണത്തിന് ഉത്തരവാദിയായ യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കാതെ ഞാൻ നിങ്ങളെ ഇവിടുന്ന് വിടില്ല വിക്രം. അതുവരെ നിങ്ങൾ എന്റെ സുരക്ഷിതത്വത്തിലായിരിക്കും. പിന്നീട് ശ്രീകാന്തിന്റെ ഓരോ നീക്കങ്ങളും വേദ രഹസ്യമായി നിരീക്ഷിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് താൻ സർവ്വതും ഉപേക്ഷിച്ച് വന്നതെന്ന സത്യം അവിടെ ഉള്ളിലൊതുക്കി. എന്നാൽ ശ്രീകാന്ത് വിക്രത്തെ വീണ്ടും ചതിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ വേദയുടെ നിയന്ത്രണം വിട്ടു. അടുത്ത നീക്കം എന്തായിരിക്കണമെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, വേദ ഉറച്ച മനസ്സോടെ ഉള്ളിൽ പറഞ്ഞു. അതേസമയം ശ്രീകാന്ത് തന്റെ കൂട്ടാളികളുമായി ഗൂഢാലോചനയിലായിരുന്നു. വരുണിനെ ഇല്ലാതാക്കിയത് നമ്മളാണെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. ആ കുറ്റം വിക്രത്തിന്റെ തലയിൽ തന്നെ ഇരിക്കണം. അവൻ ജയിലഴിക്കുള്ളിൽ കിടന്ന് നരകിക്കണം. ആ ഗ്യാപ്പിൽ വേദയുടെ കല്യാണം ഞാൻ നടത്തും. ഈ ചതിക്ക് പിന്നിൽ ഞാനാണെന്ന് ആരും അറിയില്ല. ശ്രീകാന്തിന്റെ ഈ വാക്കുകൾ ദൂരെ നിന്ന് വേദ തന്റെ ഫോണിൽ പകർത്തി. ഇത് മതി നിങ്ങളെ തകർക്കാനെന്ന് വേദ മനസ്സിൽ പറഞ്ഞിട്ട് വിജയച്ചിരിയോടെ വേദ വിക്രത്തിനടുത്തേക്ക് മടങ്ങി. നാളെ കോടതിയിൽ നിങ്ങളുടെ നിരപരാധിത്വം ഞാൻ തെളിയിക്കുമെന്ന് വേദ പറഞ്ഞപ്പോ വിക്രത്തിനത് വിശ്വസിക്കാനായില്ല. കൊലപാതക കേസാണ് വേദ, ഇത് നിനക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ വേദ ചോദിക്കുകയാണ്, സ്വന്തം ഭാര്യയുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ വിക്രം? വേദയുടെ ആ ചോദ്യം വിക്രത്തിനെ നിശബ്ദനാക്കുന്നുണ്ടെങ്കിലും തന്നെയും വീട്ടുകാരെയും ഉപേക്ഷിച്ചു പോയുള്ള എന്തിനാണ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചതെന്ന് വിക്രത്തിന് അറിയണമായിരുന്നു. എന്നാൽ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഈ കേസിനാണ് മുൻഗണന എന്ന് പറഞ്ഞ് അവൾ കോടതിയിലേക്ക് തിരിച്ചു. അങ്ങനെ കോടതിയിൽ വേദ ആ നിർണായകമായ വീഡിയോ തെളിവായി ഹാജരാക്കി. ശ്രീകാന്തിന്റെ സ്വന്തം ശബ്ദത്തിലുള്ള കുറ്റസമ്മതം കേട്ടതോടെ കോടതി മുറി നിശബ്ദമായി. വരുണിനെ കൊന്നത് ശ്രീകാന്തും കൂട്ടാളികളുമാണെന്ന് ബോധ്യപ്പെട്ടതോടെ പോലീസ് അവനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോവുകയാണ്. പിടിക്കപ്പെട്ട ശ്രീകാന്ത് ആകട്ടെ ദേഷ്യത്തോടെ വേദയ്ക്ക് നേരെ അലറുന്നുണ്ട്. സ്വന്തം സഹോദരനെ ഒറ്റിക്കൊടുത്ത് നിനക്ക് ആ ഗുണ്ടയുടെ കൂടെ കഴിയണോടി, ഞാൻ പുറത്തിറങ്ങിയാൽ നിന്നെ വെറുതെ വിടില്ല. എന്നാൽ ഇതൊന്നും കേട്ടിട്ടും വേദ പതറിയില്ല. നിങ്ങളെ പുറത്തിറക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. സ്വന്തം അനിയത്തിയാണെന്ന പരിഗണന പോലും നൽകാതെ എന്നെ വേദനിപ്പിച്ച് നിങ്ങൾക്ക് അർഹമായ ശിക്ഷ തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ സമയം ദീപ്തിയാണെങ്കിലും തകർന്നുപോയി. ശ്രീകാന്തിന്റെ ഷർട്ടിനെ കുത്തി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദീപ്തി പറയുകയാണ്, എടാ എന്തിനു നിങ്ങൾ എന്റെ വരുണിനെ കൊന്നത്?
നിങ്ങൾ ഇത്രയും വലിയ ക്രൂരനാണെന്ന് ഞാൻ കരുതിയില്ല. ഇനി എനിക്ക് നിങ്ങളെപ്പോലെ ഒരു സഹോദരൻ വേണ്ട. മകന്റെ ക്രൂരത നേരിൽ കണ്ട അച്ഛനും തലതാഴ്ത്തി നിന്നു. വേദയല്ല, നീയല്ലേടാ ഈ കുടുംബത്തിന്റെ അന്തസ്സ് കളഞ്ഞത്. നീ എന്റെ മകനാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോ ലജ്ജ തോന്നുകയാണ്. നിനക്ക് വേണ്ടി ഇനി ആരും കോടതിയിൽ വരില്ല. അച്ഛനും കൂടെ അങ്ങനെ പറഞ്ഞത് കേട്ട് ശ്രീകാന്ത് തകർന്നു പോവുകയാണ്. ശ്രീകാന്തിന്റെ ചതിക്കുഴികൾ ഓരോന്നായി പുറത്തു വന്നപ്പോൾ അച്ഛനാണെങ്കിലും തകർന്നു പോയി. അഴിക്കുള്ളിൽ കഴിയാൻ ഏറ്റവും അനുയോജ്യം നീ തന്നെയാണടാ. എന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയല്ലേ നീ സ്വന്തം സഹോദരിയെയും ഈ കുടുംബത്തെയും തകർക്കാൻ തുനിഞ്ഞത്? എന്നാൽ കേട്ടോ, എന്റെ സമ്പാദ്യത്തിന്റെ ഒരു പൈസ പോലും ഇനി നിനക്ക് അവകാശപ്പെട്ടതല്ല. അച്ഛന്റെ ഈ വാക്കുകൾ ശ്രീകാന്തിനെ മാനസികമായി തകർത്തു കളഞ്ഞു. അഹങ്കാരമെല്ലാം ഒടുങ്ങി. അവൻ നിശബ്ദനായി. തന്റെ നിരപരാധിത്വം ലോകത്തിന് മുന്നിൽ തെളിയിച്ച വേദയെ കണ്ടപ്പോ വിക്രത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഓടിച്ചെന്ന് അവൾക്ക് അരികിലെത്തി. വേദ, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നീ ആ വീട് വിട്ടിറങ്ങിയതെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. വിവാഹമോചനത്തിന്റെ പേപ്പർ കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. എന്നോട് ക്ഷമിക്കൂ വേദ. ഐ ലവ് യു വേദ. വിക്രം അങ്ങനെ വികാരാധീനായി വേദയെ ചേർത്ത് പിടിച്ചു. അവന്റെ ചേർത്ത് പിടിക്കലിൽ എല്ലാ സങ്കടങ്ങളും മറന്ന വേദ പുഞ്ചിരിയോടെ മറുപടി നൽകി. തന്റെ ഭർത്താവിന് ഒരു ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കുക എന്നത് ഏതൊരു ഭാര്യയുടെയും കടമയല്ലേ വിക്രം? ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ. ഇനി നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ തണലിലേക്ക് എനിക്ക് ധൈര്യമായിട്ട് വരാം. ഇനി ഒരിക്കലും നിങ്ങളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവുകയുമില്ല. അങ്ങനെ വിക്രത്തിന്റെ കൈകൾ കോർത്തു പിടിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തയ്യാറെടുക്കുന്ന വേദയുടെ മുഖത്ത് ആത്മവിശ്വാസവും സ്നേഹവും ഒക്കെ നിറഞ്ഞു നിന്നു. തുടർന്ന് വിക്രം പറയുന്നുണ്ട്, വേദ, നീ എനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു പോരാട്ടം നടത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ എന്നെ തരിച്ചാക്കി പോയതാണെന്ന് കരുതി ഞാൻ എത്രമാത്രം നിന്നെ വെറുത്തു. പക്ഷെ എന്റെ ജീവൻ കാക്കാൻ വേണ്ടിയായിരുന്നു ആ മൗനമെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. എന്നോട് ക്ഷമിക്കണം വേദ. അത് കേട്ട് വേദ പുഞ്ചിരിയോടെ വിക്രത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഭർത്താവിന്റെ നിഴലായി കൂടെ നിൽക്കേണ്ടവളാണ് ഭാര്യ. ആപത്ത് വരുമ്പോൾ തളർന്നു പോകാതെ നിങ്ങളെ കാക്കുക എന്നത് എന്റെ കടമയായിരുന്നു വിക്രം. ആ കടമ ഞാൻ നിറവേറ്റി എന്ന് മാത്രം. ഇനി ആർക്കും നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല. നിഴലായി, കൂട്ടായി എന്നും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. വേദയുടെ അച്ഛനാണെങ്കിലും പറയുന്നുണ്ട്, മോളെ വേദ, നിന്നെ മനസ്സിലാക്കാൻ എനിക്കും തെറ്റുപറ്റി. സ്വന്തം ചോരയാണെന്ന് കരുതി ഞാൻ ശ്രീകാന്തിനെ വിശ്വസിച്ചു. പക്ഷേ ഈ കുടുംബത്തിന്റെ യഥാർത്ഥ കരുത്ത് നീയാണെന്ന് നീ തെളിയിച്ചു. ഇനി ഈ വീടിന്റെ ഐശ്വര്യം നിങ്ങളാണ്. ആരെയും ഭയക്കാതെ സമാധാനമായിട്ട് നിങ്ങൾ ജീവിക്കണം. ഏതായാലും ചതിയുടെയും പകയുടെയും കറുത്ത നിഴലുകൾ മാഞ്ഞു പോയിരിക്കുന്നു. സത്യം ജയിക്കുകയും സ്നേഹം പൂത്തുലയുകയും ചെയ്ത ആ നിമിഷത്തിൽ വിക്രമും വേദയും ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. ഒടുവിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് അവരൊന്നായി.